ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കുന്നത് നോക്കാം. അതിന് മൈദമാവോ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇങ്ങനെയുള്ള ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 250 ഗ്രാം കേക്ക് മിക്സ്, അതായത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ മിക്സ് മാത്രം മതി. അതുപോലെ ഒരു 3 മുട്ട, 75 ml വെള്ളം, ഒരു 50 ml സൺഫ്ലവർ ഓയിൽ, പിന്നെ ആവശ്യത്തിന് വാനില എസൻസ്, ഇത്രയും മാത്രം നമുക്ക് മതി. പിന്നെ വേണമെങ്കിൽ അല്പം കേക്ക് ജെല്ല് കൂടെ വേണ്ടി ഒരു 1/2 ടീസ്പൂണ്. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ക്രസ്റ്റ് ആൻഡ് ക്രമാണ്. പല ബ്രാൻഡുകളിലും നമുക്ക് കിട്ടുന്നുണ്ട്, ലൂസായിട്ട് വാങ്ങാൻ കിട്ടും. അങ്ങനെ 250 ഗ്രാമിൻ്റെ മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരു കപ്പ് കേക്കിന് വേണ്ടി ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാ കേക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് നമുക്ക് ഈ 75 ml വെള്ളവും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അല്പം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. കേക്ക് ജെല്ല് ആവശ്യമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീറ്റ് ആവില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. സ്റ്റിഫായി വരാറില്ല, നല്ല പതിഞ്ഞ് പൊങ്ങി വരികയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല വെള്ളത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ച് നമുക്ക് വീത്തി കൊടുക്കാം. ഇനി നന്നായിട്ടതൊന്ന് മിക്സാക്കി ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഈ മിക്സ് തന്നെ നമുക്ക് 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കുഴിഞ്ഞു പോയി. പക്ഷേ നല്ല പുറത്ത് ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇളക്കിയെടുക്കാനുള്ള ഒരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഇപ്പോൾ സ്പാച്ചില വെച്ച് നമുക്കിത് പതുക്കെ യോജിപ്പിക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കാം. അതിനിടയ്ക്ക് നമ്മൾ ഈ കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മൾ കപ്പ് കേക്കിന് വേണ്ടി ഇതിൽ എടുക്കുന്നുണ്ട്. 2 മുട്ട മതിയായിരുന്നു. ഇപ്പം ഒരു മുട്ട കൂടെ കൂടുതൽ, ചെറുതാണെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ എടുത്ത് നമ്മൾ കപ്പ് കേക്കിനുള്ളത് വീത്തിയിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അത് എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോട്ടെ. ഇനി നമുക്ക് ഈ ട്രേയിൽ തന്നെ നിരത്തി വയ്ക്കാം. ഒരു 15 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓവൻ ചൂടാക്കി ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇത് വെച്ചതിന് ശേഷം നമുക്ക് 180 ഡിഗ്രി എന്നുള്ള മാറ്റി 160 ഡിഗ്രിയിലേക്കാണ് ഞാൻ വയ്ക്കുന്നത്. കുറച്ചാണ് വയ്ക്കുന്നത്. പല ഓവനും പല കണക്കായിരിക്കാം. ഇത് 160 ഡിഗ്രിയിൽ വെച്ചതിന് ശേഷമാണ് ഒരു 30 മിനിറ്റ് സെറ്റ് ചെയ്യുന്നത്. 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും. നമുക്കിത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഈ കേക്ക് വെച്ചൊരു 20 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ഇതൊന്ന് ബേക്കായി കിട്ടി. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് എണ്ണ കേക്ക് ടിന്നിൽ വെച്ച് അത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കപ്പ് കേക്ക് റെഡിയായി കിട്ടി. നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് 2 കേക്കും നല്ല സോഫ്റ്റാണ്. ടിന്നിൽ ചെയ്തത് അതെ കപ്പ് കേക്കായിട്ട് ചെയ്തത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എല്ലാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.